ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെബ് ഡ്രൈവർ മാനേജർ ലൈബ്രറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം ഡോട്ട് സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബ്രൗസറിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. സോ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് ആയിട്ട് ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രൗസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈവർ പാത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതുപോലെ തന്നെ ആ ബ്രൗസറിൻ്റെ വേർഷൻ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് ഡ്രൈവർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വരുന്നുണ്ട്. സോ ഇത് ഈ ഒരു മെത്തേഡ് എന്നത് എല്ലാ ടൈമും പോസിബിൾ ആയിട്ട് വരണം എന്നില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് ഡ്രൈവർ മാനേജർ എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഈ വെബ് ഡ്രൈവർ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ജാവ ലൈബ്രറിയാണ് വെബ് ഡ്രൈവർ മാനേജർ. സോ വെബ് ഡ്രൈവർ മാനേജർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കറസ്പോണ്ടിങ് ബ്രൗസറിൻ്റെ വെബ് ഡ്രൈവർ അത് ഡൗൺലോഡ് ചെയ്യും ആൻഡ് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവലി ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ വേർഷൻ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് വെബ് ഡ്രൈവർ പാത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വെബ് ഡ്രൈവർ മാനേജർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. സോ എങ്ങനെയാണ് ഇത് നമുക്ക് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ നോക്കാം. ഈ വെബ് ഡ്രൈവർ മാനേജർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് സെലിഡത്തിനെ പോലെ തന്നെ കുറച്ച് ജാർ ഫയൽസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ വെബ് ഡ്രൈവർ മാനേജർ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഒന്നെങ്കിൽ നമുക്ക് വെബ് ഡ്രൈവർ മാനേജറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ഉണ്ട്. സോ ഞാൻ ഗിറ്റ് ഹബിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനകത്ത് ടാഗ്സിന് റിലീസസ് എടുക്കുക. അതിനകത്ത് വെബ് ഡ്രൈവർ മാനേജറിൻ്റെ കറസ്പോണ്ടിങ് സോഴ്സ് കോഡ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇത് ജാവ പ്രൊജക്റ്റിൽ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജാവ പ്രൊജക്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ ബിൽഡ് പാത്തിനകത്ത് കോൺഫിഗർ ബിൽഡ് പാത്ത്, ലൈബ്രറീസിനകത്ത് ക്ലാസ് പാത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് എക്സ്റ്റേണൽ ജാർ ഫയൽസ് ആൻഡ് ദെൻ നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ലൊക്കേഷൻ എടുക്കുക. വെബ് ഡ്രൈവർ മാനേജറിൻ്റെ എല്ലാ ഫയൽസും കോപ്പി ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ആൻഡ് ദെൻ അപ്ലൈ ആൻഡ് ക്ലോസ്. സോ ഇപ്പോൾ വെബ് ഡ്രൈവർ മാനേജർ എന്ന് പറയുന്ന ജാർ ഫയൽസ് നമ്മുടെ സിറിഡത്തിൻ്റെ പ്രൊജക്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. ഈ റെഫറൻസ് ലൈബ്രറീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽസ് എല്ലാം കാണാൻ പറ്റും. വെബ് ഡ്രൈവർ മാനേജറിൻ്റെ എല്ലാ ഫയൽസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിസ്റ്റം ഡോട്ട് സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മെത്തേഡ് വേണ്ട. ഞാനത് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് വെബ് ഡ്രൈവർ മാനേജർ യൂസ് ചെയ്യാൻ പോകുന്നു. സോ വെബ് ഡ്രൈവർ മാനേജർ ഇനി കോഡിനകത്ത് സെറ്റ് ചെയ്യേണ്ടത് വെബ് ഡ്രൈവർ മാനേജർ ഡോട്ട് നമുക്ക് ഏത് ബ്രൗസറാണ് വേണ്ടിച്ചാൽ ബ്രൗസറിൻ്റെ ബേസ് ചെയ്തിട്ട് ഡ്രൈവർ നമുക്ക് സെലക്ട് ചെയ്യാം. ക്രോം ഡ്രൈവർ ഉണ്ട്, ക്രോമിയ ഉണ്ട്, എഡ്ജ് ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്രോം ആയതുകൊണ്ട് ക്രോം ഡ്രൈവറെ സെലക്ട് ചെയ്യേണ്ടത്. ഡോട്ട് സെറ്റ്. ഈ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് നമുക്ക് വെബ് ഡ്രൈവർ മാനേജർ നമ്മുടെ കോഡിനകത്ത് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ വെബ് ഡ്രൈവർ മാനേജർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രൈവർ അത് ഡൗൺലോഡ് ചെയ്തോളും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വേർഷൻ അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ റൺ ചെയ്യാം. ഇവിടെ ടെസ്റ്റ് റണ്ണായിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ URL ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.